അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഹാബിസം തിരുത്തലുകൾ തിരിഞ്ഞുകൊത്തുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹിജ്റ 362 ജീവിച്ച ഇമാം അബൂ ലൈസ് സമർകന്ദി അദ്ദേഹത്തിൻ്റെ തന്നെ കിതാബായ തംബീഉൽ ആഫിലീൻ എന്ന കിതാബിൻ്റെ 208 പേജിൽ പരാമർശിച്ചിട്ടുണ്ട്, അന്നഹു ഖാല ഇഫ്തറഖത ബനൂ ഇസ്രായീൽ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഹദീസ്. ഈ ഹദീസിനെ വിശദീകരിച്ച് ഉദ്ധരിച്ച ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബിൽ ഈ 72 വിഭാഗങ്ങളെയും വിശദീകരിച്ചു പറഞ്ഞു തരുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വഹാബിസം എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ ആ പാരമ്പര്യം മുറുകെ പിടിച്ച് ജീവിച്ചു പോരുന്നവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അവർക്കിടയിലേക്ക് 1920-കൾക്ക് ശേഷം സ്വന്തം അല്പജ്ഞാനം കൊണ്ടും തനതായ മതമൂല്യങ്ങളെ പച്ചയായി വ്യഭിചരിച്ച് ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്താണ് തങ്ങളുടെ ആശയ വൈകല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം ജ്ഞാനം കൊണ്ട് ഉത്ഭവിച്ച ആശയങ്ങളായതുകൊണ്ട് തന്നെ പല സമയങ്ങളിലായി അവർക്ക് തന്നെ അത് തിരുത്തേണ്ട ഒരു അവസ്ഥയും വഹാബികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ എത്തരത്തിലെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അവരുടെ നേതാക്കൾ പറഞ്ഞു വെച്ചതിനെ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് പോയത് എത്രത്തോളം ആപൽകരമാണെന്ന് ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരെ നമുക്കൊന്ന് ഉദാഹരിക്കാം. പ്രവാചകരിൽ നിന്നും മതം കൈമാറി വന്ന പൂർവസൂരികളായ സ്വഹാബത്തിനും പണ്ഡിതന്മാർക്കും പിഴവ് പറ്റി എന്ന് പറയുന്നതിലെ വഹാബി യുക്തിക്ക് പകരം വെക്കാൻ തോന്നുന്നത് പ്രമാദമായ ഒരു പഴങ്കഥയിലെ 1-ാം ക്ലാസ്സുകാരനെയാണ്. 1-ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ചെത്തിയ 2-ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പറയുന്നു, ആ വിദ്യാർത്ഥി പറയുന്നുണ്ട്, ഞാൻ ജയിച്ചു, ഉസ്താദ് തോറ്റു എന്ന്. ആ കുട്ടി ഇപ്പോഴും 1-ാം ക്ലാസ്സിൽ തന്നെയാണ്. അങ്ങനെ തുടങ്ങി സ്വന്തം യുക്തി കൊണ്ട് ഒരു മതത്തെ അളക്കാൻ തുടങ്ങിയപ്പോഴാണ് മൗലികമായ കാര്യങ്ങളിൽ പോലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ അവർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. 1952 ജനുവരി 20 അൽമനാർ എന്ന അവരുടെ തന്നെ ലേഖനത്തിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന വിശ്വാസം, ആ വിശ്വാസം കുഫ്റാണ് എന്ന് അവരുടെ തന്നെ കിതാബിൽ 1952 അവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് അവർ തന്നെ അവരുടെ അതേ കിതാബിൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 2004 അവർ എഴുതി വെച്ചു അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന്. പ്രിയരെ, എത്രത്തോളം വൈരുദ്ധ്യമാണ് നമുക്ക് ഇതിൽ നിന്ന് കാണുന്നത്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രമം എന്ന 1930 പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഒരു കൃത്യമായ സ്ഥലത്തും അവിടെ നിന്ന് സംഘടിപ്പിക്കരുത് എന്ന് അവർ എഴുതി വെക്കുന്നുണ്ട്. ഇതിനെ തിരുത്തി അവരുടെ തന്നെ ബുക്കായ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ 1987 അള്ളാഹു ആകാശത്തിലെന്ന് അവർ തന്നെ തിരുത്തി പറഞ്ഞില്ലേ തുടങ്ങി. മാത്രമല്ല, അത്തൗഹീദ് എന്ന വഹാബി പുസ്തകത്തിന്റെ 199-ാം പേജിൽ ആകാശത്ത് ആകാശം എന്നുള്ളത് അള്ളാഹുവിന്റെ വലതു കൈയിലാണെന്ന് എന്ന അപകടകരമായ ഒരു ആശയം പ്രചരിപ്പിച്ചതും വഹാബികളല്ലേ. മാത്രമല്ല, ഇതിൽ നിന്നും തുടങ്ങി അള്ളാഹുവിന് ഇടത് കൈയിലെന്ന അൽമനാറിന്റെ 2007 പുറത്തിറക്കിയ അൽമനാറിൽ അവൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അത് കഴിഞ്ഞ് വെറും 2 വർഷം മാത്രം പിന്നിടുന്നതിനുള്ളിൽ തന്നെ അവർ തന്നെ തിരുത്തി എഴുതുന്നു അതേ അൽമനാറിൽ 2009 അള്ളാഹുവിന് ഇടത് കൈയുണ്ടെന്ന്. ഇതിൽ നിന്നും നമുക്ക് എത്രത്തോളം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞില്ല, ഇങ്ങനെ തുടങ്ങി എത്രത്തോളം വഹാബി ആശയങ്ങളെയാണ് അവർ പിന്നീട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് ജഡമുണ്ടെന്ന് വിശ്വസിക്കൽ കുഫ്റാണെന്ന് അവരുടെ കിതാബായ അൽമനാറിൽ 1952 വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിന്
അള്ളാഹുവിന് ശരീരമുണ്ടെന്നതാണ് സലഫി വിശ്വാസമെന്ന് അവർ എഴുതിയ പുസ്തകത്തിൽ, മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന അവരുടെ തന്നെ പുസ്തകത്തിൽ 95-ാം പേജിൽ അവർ തന്നെ പരാമർശിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒന്നും ഇതൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മലക്കിനോടും ജിന്നിനോടും തേടൽ അനുവദനീയമാണ് എന്ന തൗഹീദിന്റെ വിമർശനങ്ങൾക്ക് മറുപടി എന്ന ഒരു പുസ്തകത്തിൽ 207-ാം പേജിൽ പരാമർശിക്കുമ്പോൾ, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വിചിന്തനം എന്ന 2012-ൽ അവർ പുറത്തിറക്കിയ അതേ പുസ്തകത്തിൽ വഹാബികൾ തന്നെ എഴുതി വെക്കുന്നുണ്ട്, മലക്കിനോടും ജിന്നിനോടും തേടൽ ശിർക്കാണ്. മലക്കിനോടും ജിന്നിനോടും തേടൽ ശിർക്കാണ്. അതേ വർഷം തന്നെ വിചിന്തനത്തിന്റെ 2012-ൽ അവർ പ്രസിദ്ധീകരിച്ചു, മലക്കിന്റെയും ജിന്നിന്റെയും കഴിവ് അഭൗതികമാണ്. അങ്ങനെ തുടങ്ങി പിന്നീട് സലഫി പ്രസ്ഥാനത്തിനും വിമർശനങ്ങൾക്കും മറുപടി എന്ന അവരുടെ പുസ്തകത്തിൽ മലക്കിന്റെയും ജിന്നിന്റെയും കഴിവ് അഭൗതികമല്ലെന്ന് അവർ തന്നെ എഴുതി വെച്ചു. ഇങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളിലും, ഓരോ മാറ്റങ്ങളിലും, ആശയങ്ങളിലും, ആദർശങ്ങളിലും നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് വഹാബിസം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ തിരുത്തൽ പ്രസ്ഥാനം തിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ അഖീദപരമായ ആശയങ്ങളെയാണ്. ഇത്തരത്തിൽ ഇവർ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഫിരിയത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നാം എല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ മതം നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് ഇതൊരിക്കലും പരിചയമല്ല. അത് ഇസ്ലാമിൻ്റെ മേൽ ഈ വഹാബി ആശയങ്ങളെ ഒരിക്കലും നിങ്ങൾ കച്ചകെട്ടാൻ നോക്കണ്ട. അവരുടെ ഇന്നലകളിൽ തിരുത്തലുകൾ അവർക്ക് ഇന്ന് ഭീതിയോടെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കാണുകയുണ്ടായി. അതിലെ ഒരു മനുഷ്യൻ, ഒരു വഹാബി മനുഷ്യൻ, അവർ പറഞ്ഞ അതേ വാചകം ആ സ്ഥലത്തിൽ തന്നെ മാറ്റി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇതിൻ്റെ എല്ലാം കാരണമെന്നുള്ളത് അവരുടെ തന്നെ അല്പജ്ഞാനം കൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ തിരുത്തൽ പ്രസ്ഥാനത്തെ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാം എന്നുള്ളത് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം ഉണർത്തി ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.